സമയം കൊണ്ട് വരുന്നതാണ്. എന്നാണ് ഭയങ്കര എന്റെ കൺമുന്നിലാണ് എന്നോട് ചെയ്യുന്നവർക്ക് കൺമുന്നിൽ വീഴുന്നത്. ഒത്തിരി കള്ളക്കടകൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഞാനെന്താ വഴിക്കുന്നു ഈശ്വരനുണ്ട്. അഹങ്കാരം ആരെടുക്കും? ഈശ്വരൻ. പിന്നെ ചിലർക്ക് പ്രാർത്ഥിക്കാൻ കൊടുക്കാത്ത ലാസ്റ്റ് നമ്മൾ ഒരുക്കി കൊടുക്കണം. ആദ്യം കൊടുക്കുന്ന ഈ അധികം വലിയ കുഴപ്പമില്ലാത്ത ഈ നേരെ വലിയ ഡ്രാമയും കാണിച്ചു തരണം. അത് അല്ലെങ്കിൽ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുവാന്നറിയോ എങ്ങനെ? ഇപ്പൊ 5 മിനിറ്റ് 10 മിനിറ്റ് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാം. ഫോണിലായിരുന്നു. ആ ഫോണിലായിരുന്ന സമയം പറയുന്നത് 5 മിനിറ്റ് കൂടെ അതെന്തല്ല ഞാൻ കഴുകിയിട്ട് നാളെയാണ് നമ്മൾ ഉപയോഗിച്ചില്ല. നമ്മൾ അറിയാതെ എന്തിനോട് നമ്മൾ ഉപയോഗിച്ചില്ല. നമ്മളെടുത്ത് മാറ്റി വെച്ചു. കൊണ്ടുവന്നത് നമ്മളെ എടുത്ത് വെച്ചു. നമ്മളെ പുതിയത് കാരണം നമ്മളിത് എന്തോ ഉപയോഗിച്ച് അമ്മ ഒരു അയാളെ കൊണ്ട് ഞാൻ തോമച്ചാലും അവിടെ വന്ന് നിൽക്കില്ല. അങ്ങ് മാറി കൊണ്ട് നിൽക്കുന്നു. ശീലമെന്ന് പറയുന്നവരുമായിട്ട് ഇങ്ങനെ നിർത്തിനടങ്ങുമല്ല. അതിൽ പടിഞ്ഞാറ് മാറി നിൽക്കുന്നു രണ്ടും കൂടെ. തുണി ഞാൻ പറഞ്ഞ പോലെ ഒന്നും അല്ല വഹിച്ചേക്കുന്നത്. ഞാനെടുത്ത് അവരുടെ മുഖത്തോട്ട് ഇട്ട് കൊടുത്ത് ഞാനിങ്ങി പോകും. എന്റെ തുണിയുടെ കാശ് ഇവന്മാരാ കുറഞ്ഞു നടന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്റെ മുഖത്തോട്ട് അടിക്കാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ നോട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ എന്റെ മുഖത്തോട്ടൊന്നും അടിക്കാൻ തുടങ്ങി. ഈ കടക്കാരനെ അയാള് തുണി കഴിച്ചുകൊണ്ട് വെട്ടിക്കൊണ്ടിരുന്നതിന് ഉടനെ ഫോൺ പിടിച്ച് നിൽക്കുക. കഴിച്ചുവന്നേ അതുപോലെ ഇല്ലാത്ത ഫോൺ ചെയ്താവില്ല. ഇപ്പോഴേ ഫോൺ എടുത്ത് നമ്മൾ ഇവരെല്ലാം മടിക്കുക. മാത്രമേ കാണിക്കുക. പിന്നെ പുറകിൽ നടക്കുക. അത് ഞാൻ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ പോലെ കഴിക്കാത്ത ഞാനിങ്ങനെ കൊടുക്കും. അത്രേ ഉള്ളൂ. ഞാനെന്തിനാ കാശ് കൊടുക്കുന്നത്? ഇതാ കൊള്ളാത്ത പത്താണ്ടിന് അവിടെ പൈസ ആണല്ലോ. എന്താ കുഴപ്പമില്ല? ഇത് പറഞ്ഞു കഴിപ്പിച്ചതാ. എന്താ ഇവന്മാര് പണ്ടേ അങ്ങനെ 2 ചുരിദാർ ഒരുപോലെ തയ്ക്കണമെന്ന് പറഞ്ഞ് ഇതുപോലെ തൈ ഇവിടെ വരെ ഓരോന്ന തൈ ഇവിടെ എല്ലാം വെട്ടിക്കളഞ്ഞ് മുറിച്ച് പറിച്ചേക്കെല്ലാം തയ്ച്ച് എന്താ വേണ്ടി ഓർമ്മ നാൽപ്പല്ല. പണ്ടായിട്ട് തുണിയെല്ലാം കാത്തു വെപ്പായിരുന്നു ജോലി. എനിക്ക് സാരി എടുക്കാൻ പറ്റില്ല. ഞാൻ വാങ്ങിക്കുന്ന സാരി യുപി എന്ന് പറയുന്നത് തന്നെ ഇവിടെ വരെ സൂചിച്ചാലാണ്. അതെന്തോ രോഗം എന്നും എന്തോ എന്റെ സൂചിച്ചാണ്. നമ്മൾ തോന്നണമില്ല ഇവർ നടക്കില്ലയോ? ആരാന്ന് ബിജുപിയുടെയും ഇവന്മാരുടെയും ആൾക്കാർ പോളവെല്ലാം നടക്കുന്നത്. എന്തോ പോക്കറ്റ് ഞാൻ തയ്ക്കാൻ കൊടുക്കുന്നതെല്ലാം നശിപ്പിക്കുന്നത്. മുടിക്ക് പോക്കാണ് ഇവന്മാർ. മുടിക്ക് ഞാൻ സാരി ഒന്നും ഉടുക്കരുത്. അതിന് എന്തോ രോഗമെന്നാണ് ഈ ചെയ്യുന്നവരൊക്കെ മുടിഞ്ഞ. എന്റെ സാരി ഞാൻ വാങ്ങിച്ച സാരികളെല്ലാം എടുത്തോണ്ട് പോയി. നമ്മൾ സാരി കൂലി കൊടുക്കും. ആറാളക്കല്ലേക്ക് കൊണ്ടോ ഈ ചെയ്യുന്നതല്ല. രോഗമുണ്ടോ കുറെ അമ്മമാർക്ക് ഉള്ളവർക്ക്? മോഹൻ സിംഗ് ഇങ്ങനെ പോകണം അങ്ങോട്ട്. ഞാൻ പറഞ്ഞു മോഹൻ സിംഗ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്നൊന്നും ആവുന്നില്ല. കേട്ടോ ഇതിന് നമ്മളെ പിടിച്ചോണ്ട് ഭയപ്പെടുത്താനൊക്കെ അറിയാൻ ഞാനിങ്ങനെ ജേഴ്സി പറഞ്ഞിട്ടുണ്ട്. ആരാണ്ടെ പിടിച്ചോണ്ട് ഇതുവാ അവരെ എങ്ങാണ്ട് ചിലപ്പോ ഒരു പെണ്ണുമ്പിള്ള ഇങ്ങനെ കയ്യും കാലും കാണിക്കുന്നത്. അവരോട് പഠിച്ചതാ. സംസാരിക്കാൻ പോലും പറ്റില്ല. അവരെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. ആരോ
ഇയാളുടെ വാങ്ങാനൊക്കെ എടുക്കും. ഇയാളുടെ വാങ്ങാൻ എടുക്കും.